ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന മേഖല, ഈ വിമാനത്തിന്റെ ഭാഗങ്ങൾ വന്ന് പതിച്ച ഇടം, അത് BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടങ്ങൾ മാത്രമാണോ? അതല്ല അവിടെ വേറെ ഏതെങ്കിലും സ്ഥാപനം കെട്ടിടത്തിലേക്ക് അല്ലെങ്കിൽ ആളുകൾ താമസിച്ചിരുന്ന ഹൗസിംഗ് ബിൽഡിങ്ങുകളിലേക്ക് എന്തെങ്കിലും ഈ വിമാനത്തിന്റെ ഭാഗങ്ങൾ പതിച്ചിട്ടുണ്ടോ? ഇതിപ്പോൾ BJ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലുകൾ, അതായത് ഇവിടുത്തെ ഡോക്ടേഴ്സ് താമസിക്കുന്ന, വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലാണ് ഈ കാണുന്ന കെട്ടിടങ്ങൾ. അതിൽ 6ഓളം കെട്ടിടങ്ങളെങ്കിലും ഇവിടെ ഉണ്ട്. അതിൽ പല നിലകളായി, ഏതാണ്ട് 6-7 നിലകൾ ഉയരത്തിലാണ് ഈ കെട്ടിടങ്ങൾ ഉള്ളത്. അതിൻ്റെ ആദ്യ ഭാഗത്താണ് ഈ ഹോസ്റ്റലിലെ മെസ്സ് പ്രവർത്തിക്കുന്ന ഒരു ഭാഗത്താണ് ആദ്യം ഈ വിമാനം വന്ന് പതിക്കുന്നത്. വിമാനത്തിൻ്റെ മുൻഭാഗവും മറ്റും ഇപ്പോഴും ആ ഭാഗത്ത് തന്നെ ഉണ്ട് താനും. മറ്റു ഭാഗങ്ങൾ വീണ്ടും മുന്നോട്ട് പതിക്കുകയും മറ്റു കെട്ടിടങ്ങളെ കൂടി അത് ബാധിക്കുകയും ചെയ്തതാണ്. ഈ BJ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയോട് ചേർന്നുള്ള മെഡിക്കൽ കോളേജാണ്. അവിടുത്തെ അധ്യാപകരും മറ്റുമാണ് ഈ മേഖലയിൽ ഈ കെട്ടിടങ്ങളിൽ താമസിച്ചത്. അതിനപ്പുറത്തേക്ക് ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയെ എനിക്കിവിടെ നിന്ന് നോക്കുമ്പോൾ തോന്നുന്നില്ല. നമ്മൾ മുംബൈയിലുമൊക്കെ വിമാനത്താവളത്തിന് തൊട്ടടുത്ത പരിസരങ്ങളിലൊക്കെ എത്രത്തോളം ജനനിബിഡമാണ് എന്ന് കാണുന്നതാണ്. പക്ഷേ ആ തരത്തിലുള്ളൊരു സാഹചര്യം ഇവിടെയില്ല. മാത്രമല്ല, ഈ ഹോസ്റ്റലിന് തൊട്ട് മുമ്പ് വിമാനത്താവളത്തിനും ഈ ഹോസ്റ്റലിനും ഇടയിൽ ഒരു ഗ്രൗണ്ടുമുണ്ട്. അവിടെ ഈ ഹോഴ്സ് റൈഡിങ്, ഈ കുതിരയോട്ടമൊക്കെ നടത്തുന്ന ഒരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടും കടന്നാണ് ഈ ഒരു കെട്ടിടങ്ങൾ വരുന്നത്. അവിടേക്കാണ് ഈ വിമാനം വന്ന് പതിക്കുന്നത്. പറന്നുയർന്ന് ഏതാണ്ട് 1 മിനിറ്റ് പോലും തികച്ചായില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ ദൃക്സാക്ഷിയായാലും ഈ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി അവിശ്വസനീയമായി രക്ഷപ്പെട്ടു വന്ന വിശ്വാസ് കുമാർ എന്ന വ്യക്തി പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 30 സെക്കൻഡിനുള്ളിൽ തന്നെ വിമാനം വന്ന് പതിച്ചു. അതുകൊണ്ട് വിമാനത്താവളത്തിൽ നിന്ന് ഏറെ അകലെയല്ല, വളരെ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ പക്ഷേ ഈ തരത്തിൽ ഒരുപാട് വീടുകൾ, ഇങ്ങനെ തൊട്ടടുത്തായി വീടുകളുള്ള ഒരു ഇടമല്ല. ഈ തരത്തിൽ ഹോസ്റ്റൽ പ്രവർത്തിക്കുന്ന ഒരു കോമ്പൗണ്ടാണ്, ഒരു ക്യാമ്പസാണ്. അതിന് വലിയ ഗേറ്റും മതിലുമൊക്കെ ഉണ്ട്. അതിനുള്ളിലുള്ള 5-6 ബിൽഡിങ്ങുകളാണ് ഇവിടെ ഉള്ളത്. അവിടേക്കാണ് വന്ന് പതിച്ചത്. അതുകൊണ്ട് ഈ കെട്ടിടങ്ങൾക്കകത്തുള്ള ആളുകൾക്ക് മാത്രമല്ല പരിക്ക് പറ്റാൻ സാധ്യത, ഒരുപക്ഷെ അതിന് പുറമെ, കെട്ടിടത്തിന് പുറമെ നടക്കുന്ന ആളുകൾക്ക് മുകളിലേക്കൊക്കെ ഈ വിമാനം വന്ന് പതിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഒരു വലിയ സ്ഫോടനം നടന്നു എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. കാരണം ഈ ചുറ്റുമുള്ള കെട്ടിടങ്ങൾ, അതിൽ നേരിട്ട് വിമാനത്തിൻ്റെ ഭാഗങ്ങൾ വന്ന് പതിച്ചിട്ടില്ലാത്ത കെട്ടിടങ്ങളിൽ പോലും അത് ഒരു വലിയ സ്ഫോടനത്തിന് സാക്ഷ്യം വഹിച്ച കണക്കെ ആ കെട്ടിടം മൊത്തം തീപിടിച്ച് കരിഞ്ഞിരിക്കുന്ന അവസ്ഥയുണ്ട്. അവിടെ ചില കെട്ടിടങ്ങളിലൊക്കെ കോൺക്രീറ്റും മറ്റും ഇളകി മാറിയ നിലയിലാണ്. പക്ഷേ മറ്റിടങ്ങളിൽ, അതായത് വിമാനം നേരിട്ട് വന്ന് പതിക്കാത്ത കെട്ടിടങ്ങൾ പോലും അതിന് ചില്ലുകൾ പൊട്ടിയിട്ടുണ്ട്. AC-യുടെ പുറത്തേക്കുള്ള ഭാഗം അതൊക്കെ തന്നെ കത്തിപ്പോയത് കാണാം. ആ തരത്തിൽ കെട്ടിടത്തിന് കേടുപാടുകൾ പറ്റിയത് കാണാം. അതുകൊണ്ട് ഇതൊരു വലിയ ഉഗ്ര സ്ഫോടനം ഇവിടെ നടന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതടക്കം ഏതാണ്ട് വലിയ തോതിലുള്ള ഇന്ധനമാണ് ആകെ കത്തിയത്. അതിനൊത്ത തരത്തിൽ ഒരു വലിയ സ്ഫോടനം ഇവിടെ നടന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും വലിയ സ്ഫോടനം നടന്നു, ഒരു വലിയ ദുരന്തം നടന്നു. ആ ദുരന്ത മേഖലയിലാണ് നമ്മളിവിടെ ഉള്ളത്. ഏതായാലും ഇപ്പോൾ പോലീസ് ഇവിടെ ചെയ്യുന്നത് ഈ ദുരന്ത മേഖലയെ ആകെ തന്നെ വലയം ചെയ്യുകയാണ്. ഇവിടെ ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടിംഗ് അടക്കമുള്ള, മാധ്യമപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇനിയിപ്പോൾ ഈ മേഖലയ്ക്ക് അടുത്തേക്ക് പാടില്ല എന്നുള്ള നിലപാട് പോലീസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ പ്രധാനമന്ത്രി അടക്കം എത്തുന്ന സാഹചര്യത്തിൽ അതിൻ്റെ കൂടെ സുരക്ഷയുടെ ഭാഗമായാണ് ഈ സ്ഥലത്തെ ഈ വിധം സുരക്ഷാ വലയത്തിലാക്കുന്നത് എന്നതാണ്. ഇന്ന് തന്നെ തെരച്ചിലിൽ ബ്ലാക്ക് ബോക്സ് വിമാനത്തിൻ്റെത് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിർണായകമായ ഈ വിമാനത്തിൽ എന്ത് സംഭവിച്ചു, ആ പറന്നുയർന്ന മിനിറ്റുകൾക്കകത്ത് എന്ത് ടെക്നിക്കൽ സ്നാഗാണ് സംഭവിച്ചത് എന്നത് വ്യക്തമാകണമെങ്കിൽ ആ ഫ്ലൈറ്റ് ഡേറ്റയിൽ നിന്ന് ലഭിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ വോയിസ് റെക്കോർഡുകളിൽ നിന്ന് ലഭിക്കുന്ന, ഒരുപക്ഷെ ATCക്ക് അവസാനം അയച്ച മേഡേ എന്ന മുന്നറിയിപ്പിന് അപ്പുറത്തേക്ക് അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ആ 2 പൈലറ്റുമാർ തമ്മിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ, ആശങ്ക പങ്കുവച്ചിട്ടുണ്ടോ ഒക്കെ അറിയണമെങ്കിൽ ആ ബ്ലാക്ക് ബോക്സിൻ്റെ വിവരങ്ങൾ വരണമല്ലോ. അത് ഒരുപക്ഷെ അതിന് കുറച്ച് സമയമോ എടുക്കുന്ന ഒരു പ്രോസസ്സ് കൂടി ആവാമല്ലോ. ഇനി ഏതൊക്കെ ഏജൻസികളുടെ പരിശോധനയാണ് ഈ ആക്സിഡൻറ്റ് സ്പോട്ടിൽ നടക്കാൻ പോകുന്നത്? നാളെ ഏതൊക്കെ സംഘത്തെ പ്രതീക്ഷിക്കാം അവിടേക്ക്?
ഏതായാലും ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അത് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഒപ്പം തന്നെ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, അവരാണ് സാധാരണ വിമാന അപകടങ്ങളൊക്കെ തന്നെ അന്വേഷിക്കാനുള്ള ഒരു പ്രത്യേക ഏജൻസിയാണ്. അവരുടെ സംഘം കൂടി എത്തും. അതിൽ ആരെങ്കിലും ഇതിനോടകം എത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ നമുക്കൊരു സ്ഥിരീകരണമില്ല. നമ്മൾ കണ്ടത് അത്രയും എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരാണ്. ഒപ്പം തന്നെ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് പൗരന്മാർ കൂടുതൽ കൊല്ലപ്പെട്ടിട്ടുള്ള ഒരു അപകടമാകുമ്പോൾ ബ്രിട്ടീഷ് എംബസിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നേരിട്ട് എത്തുകയുണ്ടായി. അവരും ഈ അപകടം നടന്ന മേഖലയിൽ പരിശോധന നടത്തി ചിത്രങ്ങളും മറ്റും വീഡിയോയും ചിത്രങ്ങളും ഒക്കെ പകർത്തിയാണ് അവരും മടങ്ങിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ബോയിങ് കമ്പനിയുടെ കൂടി അന്വേഷണം നടക്കും എന്നതാണ്. അതിനിപ്പോൾ വിദേശത്ത് നിന്ന് ബോയിങ് കമ്പനിയുടെ പ്രധാനപ്പെട്ട പ്രമുഖർ അമേരിക്കയിൽ നിന്നും മറ്റും വരും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവർ കൂടി എത്തി അവരുടെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണം കൂടി നടത്തും. ഏത് അന്വേഷണം നടത്തിയാലും അതിൻ്റെ പരമമായ അതിൻ്റെ ഉത്തരങ്ങൾ യഥാർത്ഥത്തിൽ കിട്ടാൻ പോകുന്നതിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഭൂരിഭാഗവും കിട്ടാൻ പോകുന്നത് ഈ ബ്ലാക്ക് ബോക്സിൽ നിന്ന് തന്നെയാകും. ബ്ലാക്ക് ബോക്സിൽ എന്തൊക്കെ വിവരങ്ങളുണ്ട് എന്നത് അറിയേണ്ടിയിരിക്കുന്നു. വിമാനത്തിൻ്റെ വേഗവും വിമാനത്തിൻ്റെ സാഹചര്യവും പെട്ടെന്നുണ്ടായ മാറ്റങ്ങൾ എന്തിന് വിമാനത്തിൻ്റെ കോക്പിറ്റിലിരുന്ന് പൈലറ്റുമാർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളടക്കം ആ ബ്ലാക്ക് ബോക്സിലാണ് ഉണ്ടാവുക. അതിൽ നിന്ന് നമുക്ക് കൃത്യമായ ഒരു ഉത്തരം കിട്ടുകയും ചെയ്യും. ഏതായാലും വിദേശ രാജ്യങ്ങളടക്കം ഈ ഒരു ദുരന്തത്തിൽ അവരുടെ ദുഃഖം രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് സാധ്യമായതെന്തും ഞങ്ങൾ ചെയ്യും എന്നത് അവർ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ അപകടം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ അമേരിക്ക ഈ അന്വേഷണത്തിൻ്റെ കൂടി ഭാഗമാകും എന്നത് അറിയിച്ചിട്ടുണ്ട്. അവരുടെ ഒരു സംഘം കൂടി ഈ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമാകും എന്നതാണ് നമ്മൾ അറിയുന്നത്. അവർ കൂടി എത്തിയ ശേഷം ആ തരത്തിലൊരു സംയുക്തമായ അന്വേഷണം പിന്നീടുള്ള ദിവസങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്. വേഗത്തിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാവുന്നുണ്ട്. പക്ഷേ വലിയൊരു സംഖ്യ മൃതദേഹങ്ങൾ ഒരുമിച്ച് എത്തിയ ഒരു മഹാദുരന്തമാണ്. അതുകൊണ്ട് വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ അവർ ശ്രമിക്കുമ്പോൾ പോലും അതിൻ്റേതായ സമയമെടുക്കും. ചില മൃതദേഹങ്ങളെങ്കിലും DNA പരിശോധന നടത്തി അതാരാണ് എന്ന് സ്ഥിരീകരിച്ച് വേണ്ടിവരും ബന്ധുക്കൾക്ക് വിട്ടു നൽകേണ്ടത്. അതിനുള്ള നടപടികൾ കൂടി ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ബന്ധുക്കൾക്ക് എത്താനുള്ള സൗകര്യങ്ങൾ കൂടി തൽക്കാലം പരമാവധി കഴിയും വിധം എയർ ഇന്ത്യ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ദില്ലിയിൽ നിന്നും മുംബൈയിൽ നിന്നുമൊക്കെ പ്രത്യേക വിമാനങ്ങൾ അഹമ്മദാബാദിലേക്ക് അവർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിൽ ബന്ധുക്കൾക്ക് എത്താം. ഒപ്പം തന്നെ ഈ വെസ്റ്റേൺ റെയിൽവേ, പശ്ചിമ റെയിൽവേ പ്രത്യേക സർവീസുകൾ ഇങ്ങോട്ട് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവർ കൂടി ആ തരത്തിൽ ഒരു സഹായം ബന്ധുക്കൾക്കും മറ്റുമായി ചെയ്യുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരാണ്, നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കണ്ടത്, ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ പരിശോധന നടത്തി ഈ ദുരന്ത മേഖലയിൽ നിന്ന്, ദുരന്ത ഭൂമിയിൽ നിന്ന് മടങ്ങുന്നത്. അങ്ങനെ വിവിധ ഏജൻസികളുടെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നു. അവർ വിവരങ്ങൾ തേടുന്നുണ്ട്. ഇപ്പോൾ രക്ഷാദൗത്യം ഏതായാലും ഈ മേഖലയിലില്ല, ഒരു രക്ഷാദൗത്യം നടത്തുന്നില്ല. കാരണം ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ടെത്താനില്ല എന്നത് തന്നെയാണ് പോലീസും പറയുന്നത്. ഒപ്പം തന്നെ നേരത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും ഇനിയിപ്പോൾ ദുരന്ത മേഖലയിൽ എന്തെങ്കിലും ഒരു തെരച്ചിൽ അതവിടെ ബാക്കിയില്ല, അവശിഷ്ടങ്ങൾ നീക്കുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അവിടെ ചെയ്യാനുണ്ടാകില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ഇപ്പോൾ ആശയവിനിമയം നടത്തുന്നത്. അവർ പരിശോധനയ്ക്ക് ശേഷമാണ് പുറത്തേക്ക് ഇപ്പോൾ ആ മേഖലയിൽ നിന്ന് പുറത്തേക്ക്, ദുരന്ത ഭൂമിയിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഉന്നതരായ ഉദ്യോഗസ്ഥർ, വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഒക്കെ തന്നെ ഇവിടേക്ക് എത്തുന്നു. ഒരു വലിയ ദുരന്തമാണ്. ലോകം സാക്ഷ്യം വഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ലോക ദുരന്തമായി തന്നെയാണ് ഇത്തരത്തിൽ വലിയ വിമാന അപകടങ്ങളെ പരിഗണിക്കേണ്ടത്. ആ തരത്തിൽ തന്നെ ഒരു പരിഗണന ഈ ഒരു ദുരന്തത്തിന് കിട്ടുന്നുമുണ്ട്. നമ്മുടെ പ്രാദേശിക തലത്തിൽ നമ്മുടെ രാജ്യത്തിനകത്ത് നടന്ന ഏതെങ്കിലും ഒരു അപകടം എന്ന നിലയ്ക്കല്ല വലിയ വിമാന ദുരന്തങ്ങളെ കാണേണ്ടത്. ആ തരത്തിൽ തന്നെയാണ് വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ അടക്കമുള്ളവർ ഇവിടെ എത്തി പരിശോധന നടത്തുന്നത്. പ്രത്യേകിച്ച് ബ്രിട്ടീഷ് എംബസിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി വിവരങ്ങൾ തേടി അവരുടെ ഗവൺമെന്റിനെ സാഹചര്യങ്ങൾ അറിയിക്കുകയും ചെയ്യും. ഏതായാലും സിവിൽ ആശുപത്രിയിൽ പരിക്കേറ്റ ആളുകൾ ചിലരുടെ നില ഗുരുതരം തന്നെയാണ്. അവരെ പരമാവധി ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും ശ്രീനാഥ് പറഞ്ഞതുപോലെ ഇനി ഉത്തരം ലഭിക്കേണ്ട ഒരുപാട് ചോദ്യങ്ങൾ, പല സാധ്യതകൾ അല്ലെങ്കിൽ പല സംശയങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുമ്പോഴും അതിലേതെങ്കിലും ഒന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. അത് ലഭ്യമാകുക ഇനി ബ്ലാക്ക് ബോക്സിൻ്റെ പരിശോധനയിലായിരിക്കാം. അതിനുവേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം വിമാനയാത്രയിലെ സുരക്ഷ തന്നെ ചോദ്യചിഹ്നത്തിലാവുക, അല്ലെങ്കിൽ അത് ഒരുപാട് പേർക്ക് ആശങ്കയായി മാറുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ്. എന്താണ് പിഴവ് സംഭവിച്ചത്, അല്ലെങ്കിൽ എവിടെയാണ് പാളിച്ച പറ്റിയത് എന്നത് വ്യക്തമായെങ്കിൽ മാത്രമേ ഈ അപകടത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ ദുഃഖത്തിനപ്പുറത്തേക്ക് കോടിക്കണക്കിന് മനുഷ്യരുടെ ആശങ്കയായി മാറിയിട്ടുണ്ട് ഈ അപകടം.